കിറ്റി, ഇത് ഫൗളാണ്. ആരും ഫുട്ബോൾ കൈകൊണ്ട് പിടിക്കാറേ ഇല്ല. കഴുതേ, അവൻ കളിക്കുന്നില്ല, മനസ്സിലായോ? ഞാനിവിടെ കളിക്കാൻ വന്നതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാസ് തരാൻ വേണ്ടി വന്നതാ. പാസോ? അടിപൊളി. എന്തിന്റെ പാസാ? ഇത് അവാർഡ് ഫംഗ്ഷന്റെ പാസുകളാണ്. ഞാൻ ബെസ്റ്റ് ആക്ട്രസിനുള്ള നോമിനേഷനിലുണ്ട്. അഭിനന്ദനങ്ങൾ കിറ്റി, ഞാൻ തീർച്ചയായും വരും. അതെ, നമ്മളെല്ലാവരും വരും, തീർച്ച. അതിന്റെ ഡാൻസ് പെർഫോമൻസ് കൂടിയുണ്ട്, അത് കാണാൻ മറക്കരുത് കേട്ടോ. ഞാനിപ്പോ പോകുവാ, എനിക്ക് ഒരുപാട് പേര് വിളിക്കാനുണ്ട്. ഈ കാർഡ് സൂക്ഷിച്ചു വെക്കണം കേട്ടോ. See you all there. Bye. വരൂ, നമുക്ക് അവാർഡ് ഫംഗ്ഷന് പോകാനുള്ള തയ്യാറെടുക്കാം. ഹണി, പാസ് സൂക്ഷിച്ചു വെക്കണേ. ഓക്കേ. ഞങ്ങൾ ഇവിടെ കിറ്റിയെന്ന് കാണാൻ അതിസുന്ദരിയായിരിക്കുന്നു. ആ, വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. ഹണി, പാസെല്ലാം എന്ത് ചെയ്തു? അലമാരയിലുണ്ട്. പാസുകൾ എന്തിനാടാ അലമാരി വെച്ചത്? ബണ്ണിയും കിറ്റിയും പറഞ്ഞല്ലേ പാസുകൾ സൂക്ഷിച്ചു വെക്കണമെന്ന്. എനിക്ക് പാസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്റെ തെറ്റാ. അല്ല കൊച്ചളിയ, ഞാനും കഴുതയാ. പാസ് ഇല്ലാതെ നമ്മൾ എങ്ങനെ അകത്ത് പോകും? എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. എന്നെ ആരും സ്വാഗതം ചെയ്യില്ലേ? എല്ലാവരും മാറൂ, വഴി തരൂ. എക്സ്ക്യൂസ് മീ സർ, നിങ്ങൾ ആരാണ്? അല്ല, നിങ്ങൾക്ക് ഇത് ആരാണെന്ന് മനസ്സിലായില്ലേ? ഇദ്ദേഹം വലിയൊരു സൂപ്പർ സ്റ്റാറാ. സൂക്ഷിച്ചു നോക്കെന്നെ, അല്ലെങ്കിൽ ചവിട്ടും ഞാൻ. നീ ഹണിയുടെ പുറകെ, ഹണി നിന്റെ പുറകെ. സോ മച്ച് ഫൺ. പൊങ്ങച്ചോടിച്ച് നീ വലിയ ആളാകാൻ നോക്കുവാണോ? പൊയ്ക്കോ ഇവിടുന്ന്. കൊച്ചളിയ നമ്മളോട് പുറത്തേക്ക് പോകാൻ പറയുന്നു. ഓടിക്കോ. ഞാൻ പിടിച്ചോണ്ട് വരാം. എന്റെ ഡ്രസ് മുഴുവനും നശിപ്പിച്ചു റേസ് ദാതകൾ. മോനെ, എന്തു പറ്റിയടാ? ഡ്രസ് ആകെ നശിച്ചു. നീ വിഷമിക്കല്ലേ, വേറെ ഡ്രസ്സൊക്കെ ഉണ്ട്. പുഷ്പ, വേറെ ഡ്രസ് കൊണ്ടുവാ. കണ്ടോ, ദേ നമ്മുടെ കിറ്റി. എന്റെ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന സിനിമ വളരെയധികം പ്രത്യേകതയുള്ളതാണ്. വരൂ, നമുക്ക് അവിടേക്ക് പോകാം. ഓ, ഇവര് പിന്നെയും നമ്മുടെ പുറകെ വരുന്നല്ലോ. എന്റെ അമ്മേ, എല്ലാവരും കുറച്ചു നേരത്തേക്കൊന്നും മിണ്ടാതിരിക്കൂ. പോലീസ് ആർമി, മീഡിയ വിളിക്കൂ. എന്റെ ഡ്രസ് എല്ലാം നനഞ്ഞു, എന്നെ ആരും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. ഹായ്, നല്ല വാസന. ഈ കേക്കിന്റെ മണായിരുന്നല്ലേ? കള്ളൻ, കള്ളൻ, പോലീസിനെ വിളിക്കൂ. ഇയാൾ ഇവിടെ നിന്ന് ഓടിക്കൂ.
ഹുയ്. പിന്നെയും എന്റെ ഡ്രസ് ചീത്തയായി. അയ്യോ, നീ വിഷമിക്കണ്ട മോനെ, വേറെ ഡ്രസ് കൊണ്ടുവരാം. ഹേയ് പുഷ്പ, ഇവന് വേറെ ഡ്രസ് കൊണ്ടുവാ. ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് ബാക്കിക്കാണ് കിട്ടേണ്ടത്. നമുക്കിപ്പൊ തന്നെ അവാർഡ് കമ്മിറ്റിക്ക് മുമ്പിലുള്ള കിറ്റിയുടെ കാർഡ് എടുത്ത് ബാക്കിയുടെ കാർഡ് വെക്കണം. എൻവലപ്പ് 7-ാം നമ്പർ പണി നടന്നേക്കും. ഇവര് കിറ്റിയുടെ അവാർഡ് വേറെ ആർക്കോ കൊടുക്കാൻ പോവുക. ഈ കാര്യം എല്ലാരോടും ചെന്ന് പറയണം. സോർദാർ നീയോ ഇവിടെ എന്ത് ചെയ്യാ? സന്തോഷമായി. തനിച്ച് ബോറടിയായിരുന്നു. ഓ, ബോർ അടിച്ചില്ലെങ്കിലേ ഉള്ളൂ ഈ ശോക ഗാനങ്ങൾ കേട്ടാൽ. ഓഹോ, എന്നാ നമുക്ക് കാണാം DJ സോർദാർ എന്താണ് പ്ലേ ചെയ്യാൻ പോകുന്നതെന്ന്. വാ. ഓഹോ, ഇതെന്ത് മ്യൂസിക് ആണ്? അവാർഡ് നൈറ്റ് അല്ലെങ്കിൽ ഡിസ്കോ ആണോ? ആരാടാ DJ? ഇവരെ അന്വേഷിച്ചോണ്ടിരുന്ന വേഗം പിടിക്ക്. ഈ ഗാർഡ് നമ്മുടെ പുറകെ തന്നെ ഉണ്ടല്ലോ. അവനെ ഞാൻ ഇവിടെ ഇതിനേക്കാളും വലിയ പ്രശ്നമാ. എന്തു പറ്റി? കൂട്ടുകാരെ, കിറ്റിക്ക് കിട്ടേണ്ട അവാർഡ് കമ്മിറ്റി പാക്കിക്കുന്ന ഒരാളിന് കൊടുക്കാൻ തീരുമാനിച്ചു. അവരൊക്കെ ആരാണ്? അറിയില്ല. മേക്കപ്പ് നമ്പർ 7-ൽ അതിനായുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് എത്രയും വേഗം തടയണം. എങ്ങനെ? വരൂ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. സെക്യൂരിറ്റി വരുന്നുണ്ട്. ഇത് ഉടുക്കൂ, എന്നിട്ട് തൊപ്പിയും വെക്കാം. അപ്പോ നമ്മൾ ആരും തിരിച്ചറിയില്ല. നിങ്ങളൊരു പട്ടിയും പൂച്ചയും തത്തമ്മ എവിടെ എങ്ങാനും കണ്ടായിരുന്നോ? ഒരു പോകാം. നിങ്ങൾ ഗാർഡ്സിലേക്ക് നോക്കിക്കോളൂ. ഞാൻ മേക്കപ്പ് നമ്പർ 7-ൽ പോയി എൻവലപ്പ് ചേഞ്ച് ചെയ്യുന്നത് തടഞ്ഞിട്ട് വരാം. ഞങ്ങൾ ഡാൻസേഴ്സ് ആണ്. ഞങ്ങളുടെ തുണി ആരോ മോഷ്ടിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റേജിൽ കയറാൻ പറ്റില്ല. പെർഫോം ചെയ്യേണ്ട നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോ അപ്പൊ അവിടെ ആരാ പെർഫോം ചെയ്യുന്നേ? അതാ ഇതാണ് റൂം നമ്പർ 7. അടുത്തതായി അവാർഡ് ദാന ചടങ്ങ്. ബെസ്റ്റ് ആക്ടർ ഇത് നൽകുവാൻ ഇതാ വരുന്നു സൂപ്പർ സ്റ്റാർ ബാരൂഖ് ഖാൻ.
ചേട്ടാ എന്തോന്ന് ചേട്ടാ, ഡ്രസ് പിന്നെയും നശിപ്പിച്ചോ? എനിക്ക് തുണിക്കടയൊന്നുമില്ല. ഇത് അവസാനത്തെ ഡ്രസ്സാ. അവാർഡ് കൊടുക്ക്, എന്നിട്ട് വീട്ടിൽ പോകുന്നത്. പുഷ്പ, അവാർഡുകൾ എനിക്ക് ഇഷ്ടമല്ല. And the winner is പൂച്ചകളെ അല്ലെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൈ ഫേവറേറ്റ് കിറ്റി. നിർത്തൂ. ഓ, ഈ അവാർഡ് എന്റേതാണ്. എനിക്കല്ലാതെ മറ്റാർക്കും കിട്ടാൻ പാടില്ല. മീഡിയ വിളിക്കൂ, ഇത് തട്ടിപ്പാണ്. ആഹാ. നുണ പറയുകയാണ് നീ. ഇത് കിറ്റിക്കുള്ള അവാർഡാണ്. നീ നിന്റെ കൂട്ടുകാരുമൊത്ത് പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ ഞാനത് പൊളിച്ചടുക്കി. എങ്ങനെയുണ്ട്? അത് സത്യമാണ്. ട്രോഫിയുമായി ഞങ്ങൾ ഇവർ രണ്ടുപേരെയും പിടിച്ചു. ഇവർ സമ്മതിക്കുകയും ചെയ്തു. ഇവർ രണ്ടുപേരുമാണ് കാർഡ് മാറ്റാൻ ശ്രമിച്ചതെന്ന്. ഹോ, ഈ കുട്ടികൾ വലിയൊരു തട്ടിപ്പിൽ നിന്നും എല്ലാരെയും രക്ഷിച്ചിരിക്കുന്നു. അവാർഡ് ദാന ചടങ്ങിന്റെ പേര് നശിപ്പിക്കുന്നതിൽ നിന്നും രക്ഷിച്ചു. ഇത് ലോകം മുഴുവനും അറിയട്ടെ. താങ്ക്സ്. നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്ക് അവാർഡ് കിട്ടില്ലായിരുന്നു. ഓ